welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. സോ കറക്റ്റ് ടൈമിന് വന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ചാപ്റ്റേഴ്സ് ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, ദെൻ ഓസിലേഷൻസ് ഓഫ് വേവ്സ്. ഇങ്ങനെ 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോളിഡ്സ് ആണ്. സോളിഡ്സിൽ നിന്ന് ഇത്രയും കാലം ഈസി ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. And number of questions was like 1 or 2. ഓക്കെ, സോ ഒരു 1 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ആ 1 ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മൾ ചെയ്യും ഈ ഒരു സെഷനിൽ. സോ യെസ്, അപ്പം കൃത്യമായിട്ട് സമയത്ത് വന്ന സ്റ്റുഡൻസും എല്ലാവരും ഇനി ഇനി ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ മടി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെയും പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവരിക. എല്ലാവരും ലൈവ് ചാറ്റിലൊക്കെ ആക്റ്റീവ് ആവുക. സോ എല്ലാവരോടും പറഞ്ഞ പോലെ ഇത് ലൈവ് അല്ല, നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള സെഷനാണ്. സോ ഇതിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ പറയാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും ആൻസർ നിങ്ങൾക്ക് ടൈം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, വേവ്സ് ആൻഡ് ഓസിലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ സോളിഡ്സിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം സോളിഡ്സിൽ ഫസ്റ്റ് തുടങ്ങുന്നത് ഇന്റർ ആറ്റോമിക് അല്ലെങ്കിൽ ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ആണ്. ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാലോ. യെസ്, സോളിഡ്സ് ആണെങ്കിലും ലിക്വിഡ്സ് ആണെങ്കിലും ഗ്യാസസ് ആണെന്നുണ്ടെങ്കിലും ഇതിലെ മോളിക്യൂൾസ് തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ആരുടെ കേസിലാണ്? സോളിഡ്സിനാണ് ഏറ്റവും കൂടുതൽ. അതിനേക്കാട്ടിലും കുറവ് ഫോഴ്സ് ആണ്, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് നമ്മുടെ ലിക്വിഡ്സിനുള്ളത്. അതിനേക്കാട്ടിലും കുറവാണ്, വെരി ലെസ് ആണ് ഗ്യാസിന്. ഓക്കെ, സോ അതാണ് ഇന്റർ മോളിക്കുലാർ ഫോഴ്സിന്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, ആ ഫോഴ്സ് കൊടുത്തിട്ട് ആ ബോഡിക്ക് തിരിച്ച് അതിന്റെ ഷേപ്പ് റിറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ദ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ടു റിഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ വെൻ ദ ഡിഫോമിംഗ് ഫോഴ്സസ് ആർ റിമൂവ്ഡ്. ഓക്കെ, ആ ഫോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം അവർക്ക് എത്രത്തോളം തിരിച്ച് അവരുടെ ഒറിജിനൽ ഷേപ്പിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? Then next is perfectly elastic body എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a body which regains its original configuration immediately. Okay, immediately and completely after the removal of deforming force. Okay, so ഈ നമ്മുടെ deforming force നമ്മൾ കൊടുത്തു, അത് റിമൂവ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് എന്താണ് അല്ലെങ്കിൽ ഒറിജിനൽ അതിൻ്റെ ഡയമെൻഷൻ എന്താണോ അതിലോട്ട് പെട്ടെന്ന് തിരിച്ചു വരിക. അതാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ക്വാർട്സ്, ഫോസ്ഫർ, ബ്രോൺസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ നിയർലി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡീസ്. പെർഫെക്റ്റ് ഇലാസ്റ്റിക് ബോഡീസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, അതായത് അത്രയും 100% നമുക്ക് പറ്റത്തില്ല, ബട്ട് ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നുള്ളത് നമുക്ക് ക്വാർട്സും അതുപോലെ ഫോസ്ഫർ, ബ്രോൺസ് ഒക്കെ പറയാം. ഇനി പ്ലാസ്റ്റിസിറ്റി എന്താണ്? ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു റിഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, സോ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ പഴയ ഷേപ്പിലോട്ട് വരാനായിട്ട് അതിന് സാധിക്കുന്നില്ല. ആ ഇന്നബിലിറ്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലാസ്റ്റിസിറ്റി ഉണ്ട്, പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, രണ്ടും ഈസി കോൺസെപ്റ്റ്സ് ആണ്. നെക്സ്റ്റ്, ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ജനറലി അറിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. വെൻ എ മെറ്റൽ സ്പ്രിംഗ് ഇസ് ഇലോങ്ങേറ്റഡ് വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, സോ അതിന് ആൻസർ എന്തായിരിക്കും? സോ പെട്ടെന്നൊന്ന് ഗസ് ചെയ്യുക. 5 സെക്കൻഡ്സേ ഉള്ളൂ, കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു ആൻസർ അറിയാൻ പറ്റും. സോ യെസ്, 5, 4, 3, 2, 1. ഓക്കെ, സോ ദ ആൻസർ ഇസ് potential energy is stored in it. Okay അല്ലേ? When a metal spring is elongated within the elastic limit, അവിടെ ആൻസർ എന്താ വരുന്നത്? Potential energy is stored in it. Okay, next one, stress. Stress എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? It is force by area ആണ്. It is the ratio of internal force produced when the substance is deformed to the area A over which this forces act. Okay, അപ്പോൾ stress is equal to force by area ആണ്. Okay, yes, in equilibrium this force is equal in magnitude to the externally applied force. Then next types of stress, 2 ടൈപ്പ് നമ്മൾ പറയുന്നു, നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും. ദെൻ നെക്സ്റ്റ് വൺ സ്ട്രെയിനിലോട്ട് വരുവാണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ, റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ആണ് നമ്മുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്ട്രെയിനിന് യൂണിറ്റ് ഉണ്ടോ? പെട്ടെന്നൊന്ന് പറഞ്ഞ് ഈ സ്ട്രെയിനിന് യൂണിറ്റ് ഉണ്ടോ എന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞ് ജസ്റ്റ് നമ്മുടെ ചാറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ചെയ്ത് കമൻറ്റ് ചെയ്ത് നോക്കിയേ. യെസ്, യൂണിറ്റ് ഉണ്ടോ സ്ട്രെയിനിന്? സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, അതിന് ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല.
ഓക്കെ യെസ്. ഇനി ടൈപ്സ് ഓഫ് സ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ ഉണ്ട്, ബൾക്ക് ഉണ്ട്, ഷിയർ സ്ട്രെയിൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ലെങ്ത് വൈസ് ഡയമെൻഷന് ചേഞ്ച് വരുന്നു. അപ്പം ലെങ്ത്തിന്റെ ഡയമെൻഷൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ബൾക്ക് സ്ട്രെയിൻ, അതായത് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ വോളിയത്തിന് വരുന്ന ചേഞ്ച്. ഓക്കെ, സോ വോളിയത്തിന് വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ആണ്. ദെൻ ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്? നമ്മൾ ഒരു ബോഡിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ടാൻജൻഷ്യലി എന്ത് ചെയ്യും? യെസ്, അതിനൊരു അതിന്റെ ഡയമെൻഷൻ ചേഞ്ച് ആവുകയാണ്. ദ ആങ്കിൾ ടിൽറ്റ് കോസ്ഡ് ഇൻ ദ ബോഡി ഡ്യൂ ടു ടാൻജൻഷ്യൽ സ്ട്രെസ് എക്സ്പ്രസ്ഡ് ഇസ് കോൾഡ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ അല്ലേ? സോ അതിന്റെ ഇക്വേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഹുക്സ് ലോ. ഹുക്സ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കറിയാം ഹുക്സ് ലോന്റെ ഇക്വേഷൻ പറയുന്നത് എഫ് സ്പ്രിംഗ് വിച്ച് ഇസ് ഈക്വൽ ടു -x. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. സോ അറ്റ്ലീസ്റ്റ് ഇതിൽ നിങ്ങൾ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മുടെ പെർമനൻറ്റ് സെറ്റ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ എവിടെയാണ് സ്ട്രെസ്സും സ്ട്രെയിനും എവിടെ വരെയാണ് എന്താ പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്, ഈൽഡ് പോയിന്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഫ്രാക്ചർ പോയിന്റ്. സോ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ കർവ് ഓൾവേസ് മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓൾവേസ് മൈൻഡിലുണ്ടായിരിക്കണം വിത്ത് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ, ഇലാസ്റ്റിക് ലിമിറ്റ്, അതുപോലെ തന്നെ എന്താ പറയുന്നത് യെസ് പെർമനൻറ്റ് സെറ്റ്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ ഇനി ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 3 ടൈപ്പാണുള്ളത്. യങ്സ് മോഡുലസ് ഉണ്ട്, ബൾക്ക് മോഡുലസ് ഉണ്ട്, ഷിയർ മോഡുലസ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് മോഡുലസ് ആണുള്ളത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണുള്ളത്. സോ യങ്സ് മോഡുലസ് ആണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. സോ യങ്സ് മോഡുലസ് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ തന്നെയാണ് അല്ലേ? സോ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ലെറ്റ്സ് സേ സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. സോ ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. അപ്പോൾ ഇതെങ്ങനെ വരും? എഫ് എൽ, ഒറിജിനലിന് L0 അല്ലെങ്കിൽ LO എന്ന് എടുക്കാം നമുക്ക്, A ഡെൽറ്റ എൽ. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് അബൌട്ട് യങ്സ് മോഡുലസ്. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എന്താ പറയുന്നത് സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് എന്താണ്, ഇതൊക്കെ അറിയുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് ഈ യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വൺ ഇസ് ബൾക്ക് മോഡുലസ്, ഡെൽറ്റ പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. ഓക്കെ, സോ അവിടെ പി വരാനുള്ള കാരണം എന്താണ്? യെസ്, ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ളത് നമ്മൾ പ്രഷറായിട്ട് എടുക്കുവാണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ് എന്ന് പറയുമ്പം എങ്ങനെയാണ് വരുന്നത്? ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ ആൻഡ് വി നോ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് ഇതിനൊരു ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ കുറച്ചൊരു ടിൽറ്റ് ചെയ്യുന്നത് തീറ്റ ആംഗിളിലാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ, ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഡെൽറ്റ എക്സ് ആണ് കൊടുക്കുന്നത്. സോ തീറ്റ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഈ തീറ്റ ആംഗിൾ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിയർ മോഡുലസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എഫ് ബൈ എ ദെൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് വരും. സോ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് എൽ, ഓക്കെ, സ്മോൾ ലെറ്റർ എൽ, എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് ഷിയർ മോഡുലസ് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും വരാനായിട്ട് സാധ്യതയുള്ളത്. ആൻഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും ഡീൽ ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ദ റേഷ്യോ ഓഫ് ഹൈഡ്രോളിക് സ്ട്രെസ് ടു ദ കറസ്പോണ്ടിങ് സ്ട്രെയിൻ ഈസ് നോൺ ആസ്. അപ്പം ലിക്വിഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്കുള്ള ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് അല്ലെങ്കിൽ എന്താ പറയുന്നത് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ബൾക്ക് മോഡുലസ് ആണ്. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ദ റേഷ്യോ ഓഫ് ഹൈഡ്രോളിക് സ്ട്രെസ് ടു ദ കറസ്പോണ്ടിങ് സ്ട്രെയിൻ ഈസ് നോൺ ആസ് ബൾക്ക് മോഡുലസ്. ഒരേ ഒരു കാര്യം അറിയേണ്ടത്, ലിക്വിഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ആര് മാത്രമാണ്? നമ്മുടെ ബൾക്ക് മോഡുലസ് മാത്രമാണ്. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മളൊരു 10-15-20 സെക്കൻഡ് മാക്സിമം എടുക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ബട്ടൺ അമർത്തുക. ഒരു 20 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും അത്രയും ഒരു സമയം എടുക്കുമായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ആരാണ് ആദ്യം നമുക്ക് ലൈവ് ചാറ്റിൽ കമൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നോക്കാം. Fine. So 3 thin wires of equal length are suspended from the top of a rope. Okay, so
നമ്മൾ 3 വയർ നമ്മൾ എന്ത് ചെയ്തേക്കുക? യെസ്, ഹാങ് ചെയ്തേക്കുവാണ്. ഓക്കെ, ദെൻ ഓക്കെ, വയേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഈക്വൽ ലെങ്ത് ഉള്ള 3 വയർ നമ്മൾ ഹാങ് ചെയ്യുവാണ്. ഓക്കെ അല്ലേ? 3 വയർ നമ്മൾ ഈക്വൽ ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ലെങ്ത് നമ്മൾ ഇതിനെ L1 എന്ന് വിളിക്കാം, ഇതിനെ L2 എന്ന് വിളിക്കാം, L3 എന്ന് വിളിക്കാം. സോ ഈ L1 ആണെങ്കിലും L2 ആണെങ്കിലും L3 ആണെങ്കിലും എന്തിന് ഈക്വൽ ആണ്? യെസ്, അതെല്ലാം സെയിം ആണ്. L1 which is equal to L2 which is equal to L3. Clear? So the respective ratio of their area of cross section is, okay, so ഇതിന്റെ area of cross section A1, okay, മറ്റേതിന്റെ രണ്ടാമത്തത് A2, then A3. ഓക്കെ, ഈ 3 എണ്ണത്തിൻ്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് എങ്ങനെ എടുക്കാം? 1:2, 2:3, 2:4. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആൻഡ് യങ്സ് മോഡുലസ്, ഓക്കെ, ഫസ്റ്റ് വണ്ണിൻ്റെ യങ്സ് മോഡുലസ്, സെക്കൻഡ് വണ്ണിൻ്റെ യങ്സ് മോഡുലസ് ആൻഡ് തേർഡ് വണ്ണിൻ്റെ യങ്സ് മോഡുലസ്. അങ്ങനെ 3 യങ്സ് മോഡുലസ്, അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 4:2:1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റനിൽ നമുക്ക് ഇത്രയും ഡാറ്റ കിട്ടി. ഇനി നമുക്ക് നോക്കി നോക്കാം. Then the ratio of their weight to be attached at the other ends to obtain same elongation in them. Okay, so നമ്മളൊരു വെയിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം ഇലോങ്ങേഷൻ, അതായത് നമ്മുടെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 3 കേസിലും 3 എണ്ണത്തിൻ്റെ കേസിലും സെയിം ആയിരിക്കണം. ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ലെങ്ത് തന്നിട്ടുണ്ട്, ഈക്വൽ ആണെന്ന്, ഏരിയയുടെ റേഷ്യോ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ യങ്സ് മോഡുലസിൻ്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് തന്നിട്ടുണ്ട് ഈ ഡെൽറ്റ എൽ. ഓക്കെ, ഡെൽറ്റ എൽ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ L1 is to delta L2 is to delta L3 which is equal to 1:1:1 എന്ന് എഴുതിക്കൂടെ? കാരണം 3 ഈക്വൽ ആണ്. ഓക്കെ, ഇലോങ്ങേഷൻ ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ഓഫ് ദയർ വെയിറ്റ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കി നോക്കാം. വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? mg. ഓക്കെ, അപ്പോൾ നമുക്ക് F എന്ന് പറഞ്ഞിട്ട് എടുക്കാം. സോ ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ്. L1 is to L2 is to L3. കാരണം എന്താണ്? 3ഉം ഈക്വൽ ലെങ്ത് ആണെന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡ് കേസ് ഏരിയ, അതും നമുക്ക് തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇലോങ്ങേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ആണെന്ന് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കേസിൽ ലെങ്ത്തിൻ്റെ എടുത്ത പോലെ തന്നെ 1:1:1 എന്ന് എടുത്തു. ഓക്കെ, ഇനി യങ്സ് മോഡുലസ് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നമ്മളൊന്ന് ജസ്റ്റ് എഴുതുവാണ്. FL/A delta L എന്ന് നമ്മൾ എഴുതി. ഓക്കെ, യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ ആ ഇക്വേഷൻ എഴുതി. ദെൻ F is proportional to, ഓക്കെ, F is proportional to, ഇതിൽ നമുക്കറിയാം L ആണെങ്കിലും ഡെൽറ്റ L ആണെങ്കിലും 3 കേസിലും സെയിം അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F എന്ന് പറയുന്ന ഈ ഒരു കമ്പോണന്റ്, ഓക്കെ, F എന്ന് പറയുന്ന ഈ ഒരു സംഭവം വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? യെസ്, നമ്മുടെ y ഇൻറ്റു a ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? നമ്മുടെ ഈ 2 എണ്ണം എന്താണ്? 3 കേസിലും ഈക്വൽ ആണ്. പിന്നെ ഇവിടെ ഉള്ള ഈ 3 സംഭവങ്ങളെ കണക്ട് ചെയ്യുവാണ്. സോ നമുക്ക് മനസ്സിലായി F is proportional to YA. ഓക്കെ, ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുവാണ്. ഓക്കെ, അപ്പം F is proportional to YA എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം F കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, റേഷ്യോ കിട്ടും അല്ലേ? സോ അതിന് നമുക്ക് എന്ത് എഴുതാം? F is proportional to YA ആയതുകൊണ്ട് Y1 A1 is to Y2 A2 is to Y3 A3 which is equal to F1 is to F2 is to F3. ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Y1 ഫസ്റ്റ് കേസിൽ നമ്മുടെ റേഷ്യോയിൽ എത്ര തന്നിരിക്കുന്നത്? 4 ആണ്. ദെൻ A1 that is 1. Okay, in second one Y2 that is 2, then A2 that is again 2, then last one Y3 is 1 and A3 is again 4 ആണ്. സോ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം 4:4 എന്ന് വരും, which means 1:1:1. ക്ലിയർ അല്ലേ? That is about this question. So the answer is 1:1:1. So ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ജസ്റ്റ് ഇതൊന്ന് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. സോ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതൊരു ടഫ് ലെവൽ ക്വസ്റ്റ്യൻ ഒന്നും പറയാൻ പറ്റില്ല. ടഫ് ലെവൽ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ടഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒരു കമൻറ്റ് ഇടുവാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വീണ്ടും PYQs ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. ഓക്കെ, ഇത് അതിനേക്കാൾ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. എ റബ്ബർ കോഡ് ഓഫ് ഡെൻസിറ്റി D, ഓക്കെ, യങ്സ് മോഡുലസ് Y ആൻഡ് ലെങ്ത് L ഈസ് സസ്പെൻഡഡ് വെർട്ടിക്കലി. ഓക്കെ, if the cord extend by length 0.5 L under its own weight, then L is. ഓക്കെ, സോ ഈ ഒരു കേസിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അവിടെ തന്നിട്ടുള്ള ഡാറ്റ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇപ്പം ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് സമയം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പോസ് ചെയ്തിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാം.
ഓക്കെ അല്ലേ? കാൽക്കുലേഷൻസ് പോസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയോ എന്നുള്ളത് അറിയാം. പേടിക്കേണ്ടത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും നമ്മുടെ എന്താ പറയുന്നത് റെസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, യെസ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു റബ്ബർ കോട്ട് ഡെൻസിറ്റി ഡി ആണ്. സോ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ഡി ആണെന്ന് തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് വൈ തന്നിട്ടുണ്ട്, ആൻഡ് ലെങ്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എൽ ആണെന്ന്. ഇറ്റ് ഇസ് സസ്പെൻഡഡ് വെർട്ടിക്കലി. ഓക്കെ, താഴത്തോട്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഇഫ് ദ കോഡ് എക്സ്റ്റെൻഡഡ് ബൈ 0.5 L. ഓക്കെ, സോ ഇപ്പം ഇതിന്റെ ലെങ്ത് എൽ ആണ് എങ്കിൽ, ഓക്കെ, ഇതിൽ 0.5 L എന്ന് പറയുന്നത്, ഓക്കെ, 0.5 L എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് കാരണം വന്ന എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ ഒറിജിനൽ എത്രയാണ് വരുന്നത്? L/2 ആണ്. ഓക്കെ, ഇത് 0.5 L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് മീൻസ് 1/2 L എന്നാണ് അർത്ഥം അല്ലേ? സോ ടോട്ടൽ ലെങ്ത് L എന്ന് തന്നിട്ടുണ്ട്. അതിൽ 1/2 ലെങ്ത് എന്ന് പറയുന്നത് ഡ്യൂ ടു എക്സ്റ്റൻഷൻ. ഓക്കെ, വെയിറ്റ് ഉള്ളത് കൊണ്ട് അതിന്റെ എക്സ്റ്റൻഷൻ ആണ് 1/2 L എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒറിജിനൽ ലെങ്ത് എത്രയായിരിക്കും? L/2 ആണ്. ഓക്കെ, ഒറിജിനൽ ലെങ്ത് L/2 ആണ്. അത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദെൻ യങ്സ് മോഡുലസ് y which is equal to F/A L/Δ L. ക്ലിയർ? ദെൻ നമുക്ക് വേണ്ടത് ഡെൽറ്റ എൽ. ഓക്കെ, ഡെൽറ്റ എൽ നമ്മൾ അവിടെ കൊടുത്തു. ഡെൽറ്റ എൽ എത്രയാണ്? 1/2 L ആണ്, അല്ലെങ്കിൽ 0.5 L ആണ്. എഗെയിൻ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? FL ഡിവൈഡഡ് ബൈ AY. ഡെൽറ്റ എൽ അങ്ങോട്ട് പോയി y ഇങ്ങോട്ട് വന്നു, അത്ര മാത്രം ഈ വ്യത്യാസം. ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു എഫിന് നമ്മൾ mg എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ എല്ലിന് നമ്മൾ എന്ത് കൊടുക്കണം? ഓക്കെ, എല്ലിന് നമ്മൾ L/2 എന്ന് കൊടുക്കണം. ഓക്കെ, L/2 എന്ന് കൊടുക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് എഗെയിൻ നമ്മൾ മാസിന് ഡെൻസിറ്റിയുടെ ടേംസിലോട്ട് മാറ്റുവാണ്. ഓക്കെ, മാസിനെ നമ്മൾ ഡെൻസിറ്റിയുടെ ടേംസിൽ മാറ്റുമ്പം റോ ഇൻറ്റു വോളിയം. വോളിയത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ദാറ്റ് വിൽ ബി A ഇൻറ്റു L, ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് വരും. ഓക്കെ അല്ലേ? ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് വരും. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഇവിടെ എഗെയിൻ L/2 ആണ് വരിക. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ അഡീഷണലി ആഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഏരിയയും ക്യാൻസൽ ആയിപ്പോയി, ഈ എല്ലും ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ആരൊക്കെ ഉള്ളത്? റോ ജി. ഓക്കെ, ദെൻ ഇവിടെ അഗെയിൻ ഒരു എൽ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2y എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 0.5 എന്ന് വരും, അല്ലെങ്കിൽ അഗെയിൻ ലെറ്റ്സ് സേ 1/2 എന്ന് വരും. ഓക്കെ, സോ ഈ 2 അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ 2 ആ 2 ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ എന്ത് വരും? 1 വരും. ആൻഡ് ഓഫ് കോഴ്സ് റോ ജി എൽ ആണ് നമുക്ക് വേണ്ടത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലിന്റെ വാല്യൂ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ദെൻ എൽ ഇസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബാക്കി എല്ലാ വാല്യൂസും നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. സോ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി തരാം. ഓക്കെ, ഫസ്റ്റ് കേസിൽ നമ്മൾ L/2 വരുന്നത് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ഇസ് നമ്മൾ യങ്സ് മോഡുലസ്. എങ്ങനെ L/2 വന്നത്? നമ്മൾ പറഞ്ഞു ടോട്ടൽ ലെങ്ത് L എന്ന് പറഞ്ഞു. ആ എല്ലിൽ 1/2 L എന്ന് പറയുന്നതാണ് എക്സ്റ്റൻഷൻ. സോ അതിന്റെ ഒറിജിനൽ ലെങ്ത് എന്തായിരിക്കും? യെസ്, അഗെയിൻ L/2 അല്ലെങ്കിൽ 1/2 L തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം. ദെൻ നമ്മൾ യങ്സ് മോഡുലസ് ഇക്വേഷൻ എടുത്തു, F/A L/Δ L. സോ അഗെയിൻ ഡെൽറ്റ എല്ല് മാത്രം ആക്കിയിട്ട് നമ്മളൊരു ഇക്വേഷൻ ഇടുവാണ്. ഓക്കെ, സോ അവിടെ FL ഡിവൈഡഡ് ബൈ AY. ജസ്റ്റ് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എഫിന് നമ്മൾ mg എന്ന് കൊടുത്തു, ആൻഡ് ഒറിജിനൽ ലെങ്ത് നമ്മൾ L/2 കൊടുത്തു, ദെൻ ഡിവൈഡഡ് ബൈ AY. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് മാസിന് നമ്മൾ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ആക്കുവാണ്. സോ നമുക്കറിയാം ഡെൻസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, ഹിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് D ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, D ആണ് നമുക്ക് ഡെൻസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ dV വിച്ച് ഇസ് ഈക്വൽ ടു മാസ് എന്ന് വരും. ഓക്കെ, സോ D ഇൻറ്റു AL ആയിരിക്കും നമ്മുടെ മാസ് എന്ന് പറയുന്നത്. ആ D ഇൻറ്റു AL ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ദെൻ G, ദെൻ അഗെയിൻ L/2 ഡിവൈഡഡ് ബൈ AY. ഓക്കെ, ആ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് അഗെയിൻ L/2 അല്ലെങ്കിൽ 0.5 L ആണ്. സോ എല്ലും ക്യാൻസൽ ചെയ്തു, എയും ക്യാൻസൽ ചെയ്തു. പിന്നെ അവിടെ റെസ്റ്റിലുള്ളത് D. ഓക്കെ, D എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൻസിറ്റി ആണ്. ഓക്കെ, D ഡെൻസിറ്റി ആണ്. ദെൻ G ഉണ്ട്, അഗെയിൻ അവിടെ ഒരു L ഉണ്ട്, ഡിവൈഡഡ് ബൈ Y ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു 1/2 ഉണ്ട്. ഓക്കെ, ക്ലിയർ? യെസ്, ഇവിടെ ഒരു 2 ഉണ്ട്, കാരണം L/2ന്റെ ഒരു 2 ഉണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് L ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലിനെ അവിടെ മാറ്റി നിർത്തുമ്പം 1/2 ഇവിടെ ഉണ്ട്, അഗെയിൻ 2y മേളിലോട്ട് വരും, DG താഴെ വരും. ഓക്കെ, സോ 2ഉം 2ഉം ക്യാൻസൽ ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും?
യെസ്, യങ്സ് മോഡുലസ് ഡിവൈഡഡ് ബൈ DG എന്ന് വരും. നമ്മുടെ ഫൈനൽ ആൻസർ ഇങ്ങനെയായിട്ട് വരും. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യമില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈം മെൻഷൻ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. ടെലഗ്രാമിൽ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ സൊല്യൂഷൻ ഇടാം കേട്ടോ. ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ജസ്റ്റ് ഈ L/2 എടുക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. സോ ആൻസർ ഇസ് Y divided by DG. Okay, which of the following statement is related to stress-strain relation is correct? ഓക്കെ, സോ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ആകെ നമുക്ക് അറിയേണ്ടത് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. സോ ആ കർവ് മൈൻഡിലോട്ട് കൊണ്ടുവരിക. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. ആലോചിച്ചിട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ നമ്മുടെ ചാറ്റിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിടാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ആദ്യം ആൻസർ പറയുന്നതെന്നുള്ളത്. ആ ഗ്രാഫ് നമ്മുടെ മൈൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഗ്രാഫ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈൽഡ് പോയിന്റ് വരെ എന്തായിരിക്കും? സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. സോ ആ ഒരു ഇത് കണക്ട് ചെയ്യുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഇസ് സ്ട്രെസ് ഇസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഫോർ സ്ട്രെസ് മച്ച് സ്മോളർ ദാൻ അറ്റ് ഈൽഡ് പോയിന്റ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നമ്മുടെ ആ ഒരു ഗ്രാഫ് റിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കുമ്പം സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഹാൻസ് ഓപ്ഷൻ സി. സോ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അടിപൊളിയായിട്ട് എല്ലാവരും ആൻസേഴ്സ് പറയാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്നില്ലെന്നാണ്. സോ നമ്മൾ ലൈവിൽ ചെയ്യുന്ന പോലെയല്ല, കുറച്ചുകൂടെ സ്പീഡിൽ പോവും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ ചെയ്യേണ്ടത്? പോസ്റ്റ് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ കഴിയുമ്പോൾ നിങ്ങൾ റെസ്യൂം ചെയ്യാനും നോക്കാം. ഓക്കെ. In the next question, the lower edge of a square slab of slide 50 cm and thickness 20 cm is rigidly fixed to the base of a table. A tangential force of 30 Newton is applied to the slab. If the shear moduli of the material is 4 into 10 to the power 10 Newton per meter square, then displacement of the upper edge in meters is. പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 30 ന്യൂട്ടൺ ആണ് ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുന്നത്. സോ അത് ഒരു അപ്പർ സർഫസിൽ നമ്മൾ 30 ന്യൂട്ടൺ കൊടുത്തു. സോ അവിടെ ഒരു തീറ്റ ആംഗിൾ ഇതൊന്ന് ടിൽറ്റ് ചെയ്തു. ദെൻ ഇത്രയുമാണ് ഇവിടെ ചേഞ്ച് വന്നത്, എക്സ് എന്ന് എടുത്തു നമ്മൾ. അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് നമ്മൾ എന്താ ചെയ്തെടുത്തു? ടി എന്ന് പറഞ്ഞിട്ടെടുത്തു. സോ ഷിയർ മോഡുലസ് 4 into 10 to the power 10 which is equal to force by area. ആൻഡ് അഗെയിൻ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? ചെറുതാണെന്നുണ്ടെങ്കിൽ എക്സ് ബൈ ടി എന്ന് എടുക്കാം. ഓക്കെ, സോ എക്സ് ബൈ ടി എന്ന് എടുക്കാം. സോ FA തീറ്റയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? FA ബൈ തീറ്റയാണ്. സോ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? F/A into T/X എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ടി തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട് 0.20 സെൻറ്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ അഗെയിൻ ഡിവൈഡഡ് ബൈ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുവാണ് ഇൻറ്റു എക്സ്. ഓക്കെ, നമുക്ക് കിട്ടേണ്ട വാല്യൂ ഏതാണ്? എക്സ് ആണ്. സോ എക്സിനെ നമ്മൾ മാറ്റിയെടുത്ത് കഴിയുമ്പം എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 6 into 10 to the power -10 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. കാൽക്കുലേഷൻ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. Z വിച്ച് ഇസ് ഈക്വൽ ടു 6 into 10 to the power -10. ഇതുവരെ എല്ലാവർക്കും ഈസി ആയിരുന്നല്ലോ. സോളിഡ്സ് എന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ആയില്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും ടഫസ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെയും ഇതിനേക്കാൾ വളരെ ഈസി ആയിട്ടുള്ള നമ്മൾ എന്താ പറയുക, സോളിഡ്സ് ജസ്റ്റ് ഒരു റൗണ്ട് വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഡയറക്റ്റ് ആയിട്ട് മാത്രമേ ഇവിടെ നിന്ന് ചോദിക്കത്തുള്ളൂ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫ്ലൂയിഡ്സിലോട്ടാണ്. സോ ഫ്ലൂയിഡ്സിലോട്ട് പോകുമ്പം ഫസ്റ്റ് പാസ്കൽസ് ലോ ആണ് പറയുന്നത്. ഓക്കെ, പാസ്കൽസ് ലോ നമുക്കറിയാം എന്താണ്? യെസ്, ദ പ്രഷർ അപ്ലൈഡ് ടു എൻ എൻക്ലോസ്ഡ്, അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു ലിക്വിഡ് നമ്മൾ ഒരു കണ്ടെയ്നറിൽ എടുക്കുവാണ്. അവിടെ നമ്മൾ എക്സ്റ്റേണലി നമ്മളൊരു പ്രഷർ കൊടുക്കുന്നെന്ന് വിചാരിക്കുക. ആ എക്സ്റ്റേണലി കൊടുക്കുന്ന പ്രഷർ എന്ത് ചെയ്യും? യെസ്, അതെല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, എവിടെയും കുറയാതെ ത്രൂ ഔട്ട് എന്ത് ചെയ്യും? സെയിം പ്രഷർ എല്ലായിടത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ബേസിക്കലി പാസ്കൽസ് ലോ എന്ന് പറയുന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് വൺ, pressure due to the fluid column ആണ്. സോ ദ ആൻസർ ഇസ് ഇക്വേഷൻ പഠിക്കുക. P which is equal to PA plus H rho G ആണ്. ആൻഡ് PA എന്ന് പറയുന്നത് അറ്റ്മോസ്ഫെറിക് പ്രഷർ ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് പ്രഷർ ഡ്യൂ ടു ദ ഫ്ലൂയിഡ് കോളം, ഗേജ് പ്രഷർ. ഓക്കെ, ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ദ ഡിഫറൻസ് ഓഫ് ദി അബ്സല്യൂട്ട് പ്രഷർ ആൻഡ് ദി അറ്റ്മോസ്ഫെറിക് പ്രഷർ. ഓക്കെ, സോ ഗേജ് പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദി അബ്സല്യൂട്ട് പ്രഷർ and the atmospheric pressure. Then
ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്കൽസ് ലോന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. ഓക്കെ, പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇതെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് തരാം. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോളിക് ബ്രേക്കും ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. ഓക്കെ, മീൻസ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ അല്ലെ. ഹെവി ഒബ്ജക്ട്സ് നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ഒരു സെറ്റപ്പാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. സോ A1ഉം A2 എന്ന് പറയുന്നത് പിസ്റ്റന്റെ ഏരിയാസ് ആണ്. സോ നമുക്കറിയാം ഒരു സൈഡിൽ ഏരിയ കുറവായിരിക്കും, മറ്റേ സൈഡിൽ ഏരിയ കൂടുതലായിരിക്കും. ദെൻ F ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ദെൻ നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുന്നത് ലാർജർ ആയിട്ട് നമുക്ക് അപ്പുറത്ത് കിട്ടുവാണ് ചെയ്യുന്നത്. സോ വെയിറ്റ് ആണ് അല്ലെങ്കിൽ ലോഡാണ് W എന്ന് പറയുന്നത്. സോ വിച്ച് വിൽ equal to FA2 divided by A1 ആണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നെക്സ്റ്റ് വൺ ഇസ് ഹൈഡ്രോളിക് ബ്രേക്സ്. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഹൈഡ്രോളിക് ബ്രേക്സ് ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. വെൻ ബ്രേക്സ് ആർ അപ്ലൈഡ് സഡൻലി ഇൻ എ മൂവിംഗ് വെഹിക്കിൾ ദർ ഈസ് എ ചാൻസ് ഓഫ് വെഹിക്കിൾ ടു സ്കിഡ് ബിക്കോസ് ഓഫ് ദ വീൽസ് ആർ നോട്ട് റിട്ടാർഡഡ് യൂണിഫോംലി. സോ ആ ഒരു സംഭവം മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹൈഡ്രോളിക് ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഓൺ ഫ്ലൂയിഡ് പ്രഷർ. സോ ദ ഫോർമുല ടു ഫൈൻഡ് ഫ്ലൂയിഡ് പ്രഷർ is P which is equal to rho GH എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ആണ്, G which is equal to acceleration due to gravity, H എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഇനി ഇതിൽ ഈ ഹൈറ്റ് ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആൻഡ് ബോയൻസി ആണ് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു സംഭവം എന്താ പറയുന്നത്, യെസ് ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുമ്പോഴുള്ള കേസാണ് പറയുന്നത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നമ്മൾ വെള്ളം എടുത്തു, അതിലോട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിന് ഇട്ടു. ആ ഒബ്ജക്റ്റിന് ഇട്ട് കഴിയുമ്പം അതിൻ്റെ വെയിറ്റ് കാരണം എന്ത് ചെയ്യും, കുറച്ച് വെള്ളം എന്താ പറയുക തുളുമ്പിപ്പോവും അല്ലേ. അപ്പം ആ തുളുമ്പിപ്പോകുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആ ലിക്വിഡിലോട്ട് ഇട്ടിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ബേസിക്കലി അതാണ് പറയുന്നത്. സോ ദ അപ്വേർഡ് force exerted by the liquid displaced when a body is immersed is called buoyancy. Okay, due to this there is an apparent loss in the weight experienced by the body. Okay, so ഈ ഒരു ഫോഴ്സ് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വെള്ളത്തിലൊക്കെ കിടക്കുമ്പോൾ വെയിറ്റ് കുറവാണെന്നുള്ളത് പോലെ തോന്നുന്നത്. ഇനി ലോ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്. So a body floats in a liquid if a weight of the liquid displaced by the immersed portion of the body is equal to the weight of the body. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. നമ്മൾ ഒരു വെയിറ്റ് ഉള്ള ഒരു ബോഡി നമ്മൾ ഒരു ലിക്വിഡിലോട്ട് ഇടുമ്പം അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ തുളുമ്പി പോകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ലിക്വിഡിൻ്റെ വെയിറ്റ് ആയിരിക്കും നമ്മൾ ആ ഇട്ട ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ ലോ ഓഫ് ഫ്ലോട്ടേഷനിൽ നമുക്കറിയാം വേരിയസ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. വൺ ഇസ് അപ്ത്രസ്റ്റ് ഫോഴ്സ്, ദെൻ നെക്സ്റ്റ് വൺ ഇസ് അപ്ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ മുകളിലോട്ടും, വെയിറ്റ് എന്ന് പറയുന്നത് താഴത്തോട്ടും ആക്ട് ചെയ്യുന്നത്. ദെൻ ലോ ഓഫ് ഫ്ലോട്ടേഷനിൽ 3 കേസസ് ആണ് നമ്മൾ പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അപ്ത്രസ്റ്റ് ഫോഴ്സിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിയൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസിൽ നമുക്കറിയാം അല്ലേ, വെയിറ്റ് നമ്മുടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മുങ്ങിപ്പോവും. അതാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. ഇനി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിമൈൻ ഇക്വിലിബ്രിയം ഇൻസൈഡ് ദി ലിക്വിഡ് ആണ്. ദെൻ നെക്സ്റ്റ് കേസ് പറയുന്നതാണ് നമ്മുടെ വെയിറ്റ് കുറവാണ്, നമ്മുടെ അപ്ത്രസ്റ്റ് ഫോഴ്സിനെക്കാട്ടിലും വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും, യെസ് അത് എന്താ പറയുന്നത് പാർഷ്യലി അത് ലിക്വിഡിലോട്ട് ഇമേഴ്സ് ആയിട്ട് പോകും, ഒരു ചെറിയൊരു പോർഷൻ ഇമേഴ്സ്ഡ് ആയിട്ട് പോകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോ ഉണ്ട്, ലാമിനാർ ഫ്ലോ ഉണ്ട്, ടർബുലന്റ് ഫ്ലോ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, അതെന്താണെന്നൊന്നും ചോദിക്കത്തില്ല. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. സോ A1 V1 വിച്ച് ഇസ് ഈക്വൽ ടു A2 V2 എന്നുള്ളത്, അല്ലെങ്കിൽ AV വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഇസ് ബെർണോളിസ് തിയറം ആണ്. ബെർണോളിസ് തിയറം അനുസരിച്ചിട്ട് എന്താണ് പറയുന്നത്, ഫോർ എൻ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഇറൊട്ടേഷണൽ ലിക്വിഡ് ഹാവിംഗ് സ്ട്രീം ലൈൻഡ് ഫ്ലോ. ഓക്കെ, കണ്ടീഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. The sum of the pressure energy, kinetic energy and potential energy per unit mass is constant. So important ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. സോ എന്താ പറയുന്നത്, ഒരു ഇൻകംപ്രസിബിൾ ആയിരിക്കണം, നോൺ വിസ്കസ് ആണ്, അതുപോലെ തന്നെ ഇറൊട്ടേഷണൽ ലിക്വിഡ് ഹാവിംഗ് സ്ട്രീം ലൈൻഡ് ഫ്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ ഈക്വേഷൻസ് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ചെയ്യും.
നെക്സ്റ്റ് വൺ സർഫസ് എനർജി ആൻഡ് സർഫസ് ടെൻഷൻ. അപ്പോൾ നമുക്കറിയാലോ എന്താ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സോ നമ്മളൊരു ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മളൊരു വാട്ടർ ഡ്രോപ്പ് ഇടുമ്പോൾ നമുക്കറിയാം അതിനിങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദി സർഫസ് ടെൻഷൻ അല്ലേ. ആ സർഫസിലുള്ള മോളിക്യൂൾസിന്റെ അട്രാക്ഷൻ കാരണം വരുന്ന ഫോഴ്സ് ആണ്. സോ അതാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ദെൻ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ ഇസ് സർഫസ് ടെൻഷൻ ഓഫ് എ സോപ്പ് ബബിൾ. അതിൻ്റെയും ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോപ്പ് ബബിളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. സോ ഇക്വേഷൻ മാൻഡേറ്ററി പഠിച്ചു വെക്കുക. PI മൈനസ് PO. ഓക്കെ, P ഇൻസൈഡ് ഡിവൈഡ് മൈനസ് P ഔട്ട്സൈഡ് which is equal to 40, that is 4 into surface tension divided by R. Okay, so next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാപ്പിലറി റൈസ് ആണ്. കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, അത് ലിക്വിഡിൻ്റെ റൈസിംഗ് ആണ് above zero pressure. Okay, above zero pressure due to upward force. Okay, and upward force provide ചെയ്യുന്ന ആരാണ്? Yes, it is due to the attraction of the water molecules to a solid surface. ഓക്കെ അല്ലേ? ദ നെക്സ്റ്റ് വൺ ഇസ് കാപ്പിലറി റൈസ്. H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. ഇനി H പോസിറ്റീവ് ആവുന്നതും നെഗറ്റീവ് ആവുന്നതും സീറോ ആവുന്നതും സീറോ നെഗറ്റീവ് ആവുന്ന കണ്ടീഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നമുക്കറിയാം കോസ് തീറ്റ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ടാണ് H പോസിറ്റീവും നെഗറ്റീവും സീറോയും ആവുന്നത്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കാം. ഇനി വിസ്കോസിറ്റി ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. അപ്പം വിസ്കോസിറ്റി നമുക്കറിയാം, ഇറ്റ് ഇസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അല്ലേ. അതായത് നമ്മുടെ ഫ്ലൂയിഡ്സ് ഒഴുകുന്ന സമയത്ത് അവർ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടായിരിക്കും, അതായത് കുറേ പാളികളായിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. സോ ഓരോ പാളികൾക്കിടയിലും ഉണ്ടാകുന്ന ആ ഫ്രിക്ഷൻ കാരണമാണ് എന്തുണ്ടാകുന്നത്? വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. ആൻഡ് ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ മോഷൻ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യാനാണ് നോക്കുക. ഫ്ലൂയിഡിൻ്റെ മോഷൻ ഒപ്പോസ് ചെയ്യാനാണ് നോക്കുക. ആൻഡ് ഈ വിസ്കോസിറ്റീനെ തന്നെ നമ്മൾ പറയുന്ന ഒരു പേരാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഇനി നെക്സ്റ്റ് വൺ സ്റ്റോക്സ് ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഇക്വേഷൻ ആണ്. അതിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്യും. ദെൻ ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ എൻ ഒബ്ജെക്ട് ഫോളിംഗ് ത്രൂ എ ഫ്ലൂയിഡ്. ദെൻ നെക്സ്റ്റ് വൺ അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ടെർമിനൽ വെലോസിറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ റെയ്നോൾഡ്സ് നമ്പർ, ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, അത് ടർബുലന്റ് ഫ്ലോ ആണോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. യെസ്, നെക്സ്റ്റ് വൺ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. സോ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ടായിരിക്കും. സോ യെസ്, ആൻസർ പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, when a liquid flows through a tube of variable cross section A with variable velocity V, the quantity that remains constant is. എല്ലാവർക്കും അറിയാം ഏതാണ്? യെസ്, AV ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, AV ആണ് കോൺസ്റ്റന്റ് വരുന്നത്. നെക്സ്റ്റ് വൺ, വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സർഫസ് ടെൻഷനും വിസ്കോസിറ്റിക്കും സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. സർഫസ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യോ, വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യോ, ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യം. സോ രണ്ടിനും എങ്ങനെ എഫക്ട് ചെയ്യുന്നതെന്നുള്ളത് അറിയണം. ദെൻ വേണം നമ്മൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, സോ നമുക്കറിയാം ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. സോ ടെമ്പറേച്ചർ കൂട്ടുന്നത് വഴി എന്തുണ്ടായിരിക്കും? ഈ ഓരോ മോളിക്യൂൾസിനും എനർജി കൂടുതലാവും. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? യെസ്, ഈ ഫോഴ്സ് വീക്ക് ആകും. സോ എന്ത് ചെയ്യും? അവിടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് വിസ്കോസിറ്റി കുറയുവാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഫോർ ഗ്യാസസിന്റെ കേസിൽ, ഇപ്പോൾ നമ്മൾ ലിക്വിഡ്സ് പറഞ്ഞു. ഇനി ഗ്യാസസിന്റെ കേസ് നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസിൽ ഈ പറയുന്ന വിസ്കോസിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ത്രൂ കൊളീഷൻസ് ആണ്. അപ്പം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൊളീഷൻസ് കൂടുതലാകും. ദെൻ വിസ്കോസിറ്റി എന്ത് ചെയ്യും? വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ആൻഡ് നമ്മുടെ ആൻസർ വരെ E ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, ദെൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. നമ്മൾ നേരത്തെ പാസ്കൽസ് ലോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ C. The working of okay, yes, same question. Then, water flows through a horizontal pipe of diameter 2 cm at a speed of 3 cm per second. The pipe has a nozzle of diameter 0.5 cm at its ends. The speed of water emerging from the nozzle is. So, ഇവിടെ ഡയമീറ്റർ വാരി ചെയ്യുന്ന ഒരു കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക, വേഗം ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. ബാക്കിയുള്ളവർ പറഞ്ഞില്ല അതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ചാറ്റിൽ നിങ്ങളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക.
സോ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ചിട്ട് എ വി വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ രണ്ട് കേസസ് ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം A1 V1 വിച്ച് ഇസ് ഈക്വൽ ടു A2 V2. ഓക്കെ, കാരണം എന്താണ്? ഒരു സ്ഥലത്ത് ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ അവിടെ വെലോസിറ്റി കുറയും, ഒരു സ്ഥലത്ത് വെലോസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ ഏരിയയും കുറവായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടെയാണ്? ഈ 0.5 സെന്റിമീറ്ററിൽ വരുന്ന ആ ഇതിലുള്ള സ്പീഡാണ് നമുക്ക് അറിയേണ്ടത്. ദാറ്റ് മീൻസ് V2 ആണ് അറിയേണ്ടത്. സോ ഇതിന് നമ്മൾ V2 എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുവാണ്. ദെൻ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, പൈ ആർ സ്ക്വയർ ആണ്. സോ ഇവിടെ നമ്മൾ പൈ R1 സ്ക്വയർ ഡിവൈഡഡ് ബൈ A2 പൈ R2 സ്ക്വയർ ഇൻറ്റു V1. എഗെയിൻ പൈയും ക്യാൻസൽ ആയിപ്പോയി. R1 നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡയമീറ്റർ തന്നിട്ടുണ്ട് 2 സെന്റിമീറ്ററിന്. ഓക്കെ, അപ്പോൾ ആർ എന്താണ്? ഡയമീറ്റർ D/2 ആണ് എന്താ പറയുന്നത് ആർ എന്ന് പറയുന്നത്. സോ നമ്മൾ D1നും D2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ഡിവൈഡഡ് ബൈ ടു എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മൾ D1നും D2നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി 48 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെ ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല. ആകെ അറിയേണ്ടത് എന്താണ്? AV വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. Okay, yes, 48 centimeter per second. The density of kerosene is 800 kg per meter cube. Its relative density is. So, അറിയാവുന്നവർ പെട്ടെന്ന് ചെയ്ത് നോക്കുക. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ബോഡി ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സോ നേരെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? യെസ്, റോബി ബൈ, അതായത് നമ്മുടെ കെറോസിൻ ആണ് നമ്മുടെ ഇവിടുത്തെ കേസിൽ. സോ അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 800 kg per meter cube ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ നമുക്കറിയാം, വാട്ടറിൻ്റെ നമുക്ക് അറിഞ്ഞിരിക്കണം 1000 ആണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 0.8. ഓക്കെ, ദെൻ ആ ക്വസ്റ്റനും സോൾവ് ചെയ്തു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ കറക്റ്റ് ആൻസർ പറഞ്ഞ എല്ലാവരും അടിച്ചു പൊളിച്ച് തന്നെ പിന്നെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എ സോളിഡ് സ്ഫിയർ ഓഫ് വോളിയം V experiences a viscous force F when descending with a speed V in a liquid. If another solid sphere of volume 27V descends with the same speed V in the same liquid, it experiences a viscous force of. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ സൊല്യൂഷൻ പറയാം. സോ ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് സോളിഡ് സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് V ആണ്. സോ V1 എന്ന് പറയുന്നത് എന്താണ്? V എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വിസ്കസ് ഫോഴ്സ് എഫ് ആണ് അവിടെ ഉള്ളത്. ആൻഡ് സ്പീഡ് V എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ലിക്വിഡിൽ V ആണെന്ന് തന്നിട്ടുണ്ട്. ഇഫ് അനദർ സോളിഡ് സ്ഫിയർ ഓഫ് ഇതിന്റെ വോളിയം, അതായത് V2 എന്ന് പറയുന്നത് എത്രയാണ്? 25V ആണ്. ഡിസെൻസ് വിത്ത് സെയിം സ്പീഡ്, അതായത് ഇതിന്റെ സ്പീഡ് എന്താണോ അത് തന്നെ. ഓക്കെ, V in the same liquid, it experiences a viscous force. ഓക്കെ, അവിടെ അതിനൊരു വിസ്കസ് ഫോഴ്സ് ഫീൽ ചെയ്യും. അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ആൻഡ് ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ എന്താ എടുക്കുന്നത്? ടെർമിനൽ വെലോസിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് നമുക്ക് സ്റ്റോക്സ് ലോ വെച്ചിട്ട് അറിയാം, യെസ്, 6π eta RVT ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പം 6π രണ്ടിനും സെയിം തന്നെയായിരിക്കും. ഈറ്റ സെയിം മീഡിയം ആയതുകൊണ്ട് ഇതിൽ വ്യത്യാസം വരത്തില്ല. പിന്നെ ടെർമിനൽ വെലോസിറ്റി സെയിം സ്പീഡ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആരാണ്? R എന്ന് പറയുന്ന ഫാക്ടറാണ്. സോ അങ്ങനെയാണെങ്കിൽ F is proportional to R എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് R ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, 4/3 πr³ ആണ് അല്ലേ? സോ ഇവിടെ V2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21V1 ആണ്. ഓക്കെ, V1 എന്ന് പറഞ്ഞാൽ എന്താണ്? V ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ 4/3 πr⁻³ which is equal to 27 into 4/3 πr³. അതിൽ നമ്മൾ 4/3 4/3 പൈയും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ നമുക്ക് കിട്ടി R⁻³ which is equal to 27r³. ആ 27 നമുക്ക് എങ്ങനെ എഴുതാം? 3³ ആയിട്ട് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R' എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? 3R എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മുടെ R' നമുക്ക് കിട്ടി, അതായത് ഇതിന്റെ R'. ഓക്കെ, ഈ രണ്ടാമത്തതിന്റെ നമുക്ക് കിട്ടുവാണ്. രണ്ടാമത്തെ സോളിഡ് സ്ഫിയറിന്റെ R' നമുക്ക് കിട്ടി, 3R എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുവാണ്? യെസ്, F'-ഉം F'ും. ഓക്കെ, സോ F' എന്ന് പറയുമ്പോൾ അവിടെ R' വരണം. ദെൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ദെൻ Fന് R ഉം വന്നു. സോ F'/F which is equal to R'/R. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടി 3R/R which is equal to 3. ദാറ്റ് മീൻസ് F' എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 3F എന്ന് വരും. ഓക്കെ, സോ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് കിട്ടിയവരുണ്ടാവും. കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ലെവൽ ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യുക. കിട്ടാത്തവരാണെങ്കിൽ പേടിക്കേണ്ട, ഈ ഒരു ടൈപ്പ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാത്തതുകൊണ്ടായിരിക്കും. സോ അതുകൊണ്ട് അതൊന്നും വറി ചെയ്യേണ്ട. ഓക്കെ, സോ യെസ്, 3F നമുക്ക് ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോയ് ഫൗണ്ട് എ ബബിൾ ആൻഡ് എ ലിക്വിഡ് ഡ്രോപ്പ് ഫ്രം സെയിം സോപ്പി വാട്ടർ. ഓക്കെ, സെയിം സോപ്പി വാട്ടർ. The pressure difference between inside and outside of the soap bubble is measured to be 100 Newton per meter square. If the radius of the droplet is half of the radius of the bubble, then the pressure difference between the inside and outside the droplet ആണ് ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിന്തിച്ച് നോക്കുക. സോ ഇവിടെ ഞാൻ സൊല്യൂഷൻ പറയുന്നതായിരിക്കും. സോ ഇവിടെ എക്സസ് പ്രഷർ ഓഫ് ബബിൾ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? യെസ്, ദാറ്റ് ഈസ് 100 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഇഫ് ദ റേഡിയസ് ഓഫ് ദി ഡ്രോപ്ലെറ്റ് ഇസ് ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ബബിൾ, ആ റിലേഷൻ തന്നിട്ടുണ്ട്. അതായത് RD എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു RB/2 എന്ന് തന്നിട്ടുണ്ട്. അതായത് ബബിളിൻ്റെ ഹാഫ് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? എക്സസ് പ്രഷർ ഇൻ ബബിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഡ്രോപ്ലെറ്റ് ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ബബിളിന്റെ ഇക്വേഷനും അറിയാം, പഠിച്ചു വെക്കുക. അതുപോലെ ഡ്രോപ്പിന്റെ ഇക്വേഷനും നമുക്കറിയാം. എക്സസ് പ്രഷറിന്റെ നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ ΔPD ഡിവൈഡഡ് ബൈ ΔPB. ഈ ഇക്വേഷൻസ് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇവിടെ എന്തായിരിക്കും? ന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ക്യാൻസൽ ചെയ്ത് പോയി ഇവിടെ 1/2 വന്നു. ആൻഡ് RBക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഓക്കെ, യെസ്, RD ആണ്. ഓക്കെ, RDയും ഇവിടെ ബിയും ആണ്. അല്ലല്ല, ഓക്കെ RB ഡിവൈഡഡ് ബൈ RD തന്നെയാണ്. ഓക്കെ, താഴെയാണ് വരുന്നത്. സോ മുകളിലോട്ട് പോകുമ്പം ഓക്കെ കറക്റ്റ് ആണ്. RB/RD ആണ്. സോ RBയുടെ റിലേഷൻ വരുന്നത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? ഇഫ് ദ റേഡിയസ് ഓഫ് ദി ഡ്രോപ്ലെറ്റ് ഇസ് ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ബബിൾ. ഓക്കെ, ദെൻ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. സോ നമുക്ക് ആൻസർ വരും 1 എന്നുള്ള ആൻസർ വരും. അതായത് ഈ ΔPD ബൈ ΔPB എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഈ എക്സസ് പ്രഷർ ഇൻ ഡ്രോപ്ലെറ്റും എക്സസ് പ്രഷർ ഇൻ ബബിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ബബിളിന്റെ എത്രയാണ് വരുന്നത്? 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് എ ബോഡി P floats in water with half its volume immersed. Another body Q floats in a liquid of density 3/4 of the density of water with 2/3 of the volume immersed. The ratio of the density of P to that of Q. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, നമ്മുടെ P എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് ഇതാക്കിയിരിക്കുന്നത്? യെസ്, ഇറ്റ് ഇസ് ഇമ്മേഴ്സ്ഡ് ഹാഫ്. ഓക്കെ, സോ ഇതിന്റെ വോളിയം എത്രയാണോ അതിന്റെ ഹാഫ് ആണ്. അതായത് V/2 ആണ് ഇതിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? അനദർ ബോഡി ദാറ്റ് ഇസ് Q. ഓക്കെ, ഫ്ലോട്ട്സ് ഇൻ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി. ഫസ്റ്റത്തത് വാട്ടർ ആണ്. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വാട്ടർ ആണ്. സെക്കൻഡ് കേസിൽ ലിക്വിഡ് എങ്ങനെയാണ്? യെസ്, ഇറ്റ് ഇസ് 3/4 ഓഫ് ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പം ഇതിന്റെ ഡെൻസിറ്റി മാറി. ഡെൻസിറ്റി എന്തായി മാറി? യെസ്, 3/4 ഓഫ് വാട്ടർ ആണ് ഇതിൽ. അതായത് ρL എന്ന് പറയുന്നത് എന്താണ്? 3/4 ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് യെസ്, ഇവിടെ ബോഡി ഇമേഴ്സ് ആയിട്ടുണ്ട്. ദാറ്റ് ഇസ് 2/3 ഓഫ് വോളിയം ഇമേഴ്സ്ഡ്. ഓക്കെ, സോ VQ, ദിസ് വിൽ ബി VP. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്കറിയാം വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു അപ്ത്രസ്റ്റ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MP, മാസ് ഓഫ് P എന്ന് പറയുന്ന ഇതിന്റെ മാസ് ഇൻറ്റു G വിച്ച് ഇസ് ഈക്വൽ ടു അവിടെ ഇമേഴ്സ് ആയിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഇവിടെ വരുന്നത് എന്താണ്? V ഇൻസൈഡ് ആണ് വേണ്ടത് അല്ലേ? അപ്പം VP/2 ലിക്വിഡിലുള്ളതാണ് വേണ്ടത്. VP/2 ഇൻറ്റു ലിക്വിഡിന്റെ, അവിടെ ലിക്വിഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് എന്താണ്? അത് വാട്ടർ ആണ്, ഇൻറ്റു G. ഓക്കെ, ആൻഡ് അഗൈൻ മാസിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? ρP ഇൻറ്റു VP. എങ്ങനെയാണ്? യെസ്, മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ അതിലൊന്ന് നമ്മൾ മാസിനെ കണ്ടുപിടിക്കുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു VP/2. അഗെയിൻ സെയിം സംഭവം തന്നെ. ദെൻ നമ്മൾ VP ക്യാൻസലായി, Gയും ക്യാൻസലായി പോയിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് എന്താണ് വരുന്നത്? യെസ്, ρP വിച്ച് ഇസ് ഈക്വൽ ടു വാട്ടറിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ 2. ഇനി നെക്സ്റ്റ് സെക്കൻഡ് കേസിലോട്ട് വരുവാണ്, ക്യൂവിന്റെ കേസ് വരുവാണ്. സോ അഗെയിൻ വെയിറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ്. സോ G വിച്ച് ഇസ് ഈക്വൽ ടു ഇമേഴ്സ് ചെയ്തിരിക്കുന്നതിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 2/3 VQ. സോ 2/3 VQ ഇൻറ്റു റോയൽ G. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? യെസ്, മാസിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് ഡെൻസിറ്റിയുടെ ടേംസിലാക്കി. Gയും ക്യാൻസലായി, VQവും ക്യാൻസലായി പോയി. ദെൻ ρQ വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ലിക്വിഡ്. ഓക്കെ, റോയൽ എന്ന് പറയുന്നത് അതായത് ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് വേണ്ടത് അല്ലെ, അപ്ത്രസ്റ്റ് ഇല്ല. അപ്പം ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് വേണ്ടത്. ആ ഡെൻസിറ്റി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? യെസ്, അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്തായിരുന്നു?
4th ഓഫ് ദി വാട്ടർ എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, 3/4 വാട്ടറിന്റെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ നമുക്ക് അഗെയിൻ റോ ക്യൂ നമുക്ക് എന്ത് കിട്ടും, യെസ് വാട്ടറിന്റെ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക, 1:1 എന്നുള്ള റേഷ്യോ വരും. ഹെൻസ് ഓപ്ഷൻ ബി. ഓക്കെ, കറക്റ്റ് ആയിട്ട് ക്വിക്കായിട്ട് ആൻസർ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. സോ നിങ്ങളുടെ എക്സാമിന് നിങ്ങളുടെ ഒരു എനർജി ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിന് ഒരുപാട് ക്വസ്റ്റൻസ് ചെയ്താൽ മാത്രമാണ് കോൺഫിഡൻസ് ലെവൽ വരുള്ളൂ. ടെൻഷൻ അടിക്കുന്നവരൊക്കെ കുറേ ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ലെവൽ വരും. ഇനി നെക്സ്റ്റ് വൺ, എ സോപ്പ് ബബിൾ ഓഫ് റേഡിയസ് r is blown up to form a bubble of radius 2r under isothermal conditions. Okay, if sigma is the surface tension of soap solution, the energy spent in doing so is. Okay, so ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് r എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയിട്ടുണ്ട്, റേഡിയസ് എന്ന് പറയുന്നത് 2r ആക്കിയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് എനർജി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, യെസ് സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ, ചേഞ്ച് ഇൻ ഏരിയ ആണ്. സോ ഇവിടെ നമ്മൾ കൊടുക്കുവാണ് സർഫസ് ടെൻഷൻ ഇൻറ്റു 2. കാരണം എന്താണ്, അവിടെ 2 ഫ്രീ സർഫസസ് വരും ഇല്ലേ, നമ്മുടെ ബബിളിന്റെ കേസ് ആയതുകൊണ്ട് 2 എണ്ണം വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ 2 നമ്മൾ ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇനി ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, യെസ് ഓൾറെഡി നമ്മുടെ 6 റേഡിയസിലാണ് ഇരുന്നത്, ഇപ്പം അത് 2r അപ്പം 2rന്റെ ഏരിയ മൈനസ് r-ൻ്റെത്. സോ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 24 സിഗ്മ പൈ r² എന്ന് കിട്ടും. ആൻഡ് ഈ ടീക്ക് നമ്മൾ സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ്, കാരണം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് സർഫസ് ടെൻഷൻ ഓഫ് സോപ്പ് എന്ന് പറയുന്നത് സിഗ്മ ആണെന്ന്. സോ ആ സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 24 സിഗ്മ പൈ r² എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, a capillary tube of radius 0.5 mm is immersed in a beaker of mercury. The level inside the tube is 0.8 cm below the resonance and angle of contact is 120 degree. What is the surface tension of mercury if the mass density of mercury is mercuryയുടെ ഇത് തന്നിട്ടുണ്ട് and acceleration due to gravity തന്നിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണം, സർഫസ് ടെൻഷൻ ഓഫ് മെർക്കുറി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് അറിയാം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു, ദാറ്റ് ഈസ് 2 cos θ ഡിവൈഡഡ് ബൈ r rho g ആണ്. സോ ഇവിടെ ബാക്കി എല്ലാ വാല്യൂസും ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർഫസ് ടെൻഷൻ ആണ്. അപ്പോൾ സർഫസ് ടെൻഷനെ മാറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വരുന്നില്ലേ എന്നുള്ളത് നോക്കുക, ഇത് നോക്കിയിരിക്കരുത്, ജസ്റ്റ് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കണം, ഇങ്ങനെ തന്നെയല്ലേ വരുന്നതെന്നുള്ളത്. വരുന്നില്ല എങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക, നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ലൈവിൽ വരാം. ഓക്കെ, യെസ്, then t which is equal to h-ന്റെ നമ്മൾ കൊടുത്തു 8 into 8 centimeter ആണ്. സോ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു. then 0.5 into 10 to the power minus 3 into 13.6 etc to cos 120 വരും. and final answer will be this one. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കുക. കാൽക്കുലേഷൻസ് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യരുത്, ചെയ്ത് തന്നെ നോക്കുക. ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് സ്പീഡ് കൂടത്തുള്ളൂ. ഓക്കെ, സ്പീഡ് കൂടണമെങ്കിൽ എല്ലാ കാൽക്കുലേഷൻസും ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഫൈനൽ ആൻസർ, ഓക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ വരെ നമുക്കറിയാം, പക്ഷേ കാൽക്കുലേഷൻ സ്പീഡാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സമയം കുറച്ച് അധികം വേണ്ടി വരും. സോ ആ സമയം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതിന് വേണ്ടിയിട്ട് ഓരോ തവണ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും പ്രാക്ടീസ് ചെയ്ത് പോവുക. ആൻഡ് ഓരോ പ്രാവശ്യം നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്ത് വീഡിയോസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, നമ്മൾ നേരെ ഓസിലേഷനിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു, സോളിഡ്സും ഫ്ലൂയിഡ്സും കഴിഞ്ഞു. ഫ്ലൂയിഡ്സിൻ്റെ നമ്മൾ ഫൈനലി എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നിച്ചാണ് ചെയ്തത്. സോ അത് ടൈമിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ്, കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ലൈവ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം ഓൾമോസ്റ്റ് ഇവിടെ 8 മണി ആയി. ഞാനൊരു സെഷൻ ഫസ്റ്റ് കവർ ചെയ്തിട്ട് രണ്ടാമത്തെ സെഷൻ ഇപ്പം കവർ ചെയ്യുവാണ്, കാരണം നമ്മുടെ കുറേ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട്. ഓക്കെ, സോ യെസ്, അപ്പം ഓസിലേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓസിലേഷൻസ് അത്യാവശ്യം ഒരു 3 ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. സോ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൂടുതലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി അപ്പം പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഷൻസ് പ്രോസസ് ഓർ ഫിനോമിന വിച്ച് റിപ്പീറ്റ് ദംസെൽവ്സ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ഇനി ഓസിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മോഷൻ ഓഫ് എ ബോഡി സെറ്റ് ടു ബി ഓസിലേറ്ററി മോഷൻ ഇഫ് ഇറ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ് ആഫ്റ്റർ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. Okay, then next one, important terms, time period and equation പഠിക്കുക, frequency equation പഠിക്കുക, important term used, displacement കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷനിലോട്ട് വരുവാണ്. സോ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ എങ്ങനെയാണ്, യെസ് പാർട്ടിക്കിൾ എങ്ങനെ മൂവ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈനിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ദെൻ ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ ഫിക്സഡ് പോയിന്റ് ഓൺ ദി ലൈൻ. ഈ 3 പോയിന്റ്സ് നിങ്ങൾ സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള ഈ 3 പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറിയിൽ വെച്ചിരിക്കണം. ഈ 3 പോയിന്റ്സ് എന്തായാലും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നതാണ്.
നെക്സ്റ്റ് വൺ ഇസ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ആണ് പറയുന്നത്. ആൻഡ് അത് സൈൻ്റെ ടേമിലാണെങ്കിലും കോസിൻ്റെ ടേംസിലാണെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുവാണ്. കൂടുതൽ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ഓസിലേഷൻ്റെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഏതെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി അറിയാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ അതൊരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് യൂട്യൂബിലാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ടെലഗ്രാമിലാണെങ്കിലും ചെയ്യാം. ഓക്കെ, സോ അത് ആരും വറി ചെയ്യൊന്നും വേണ്ട. സോ ക്വസ്റ്റ്യൻ 2 simple harmonic motions with the same amplitude. Okay, same amplitude, same frequency, same direction are impressed on a particle. If the resultant amplitude of the particle is equal to the amplitude of individual SHMs, the phase difference between the simple harmonic motion. So ഈ ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പോയിന്റ് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും ആ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഒറ്റ ലൈൻ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് പറയാമോ? ഓക്കെ, യെസ്. സോ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ റിസൾട്ടൻറ്റ് നോക്കുമ്പം നമുക്ക് കിട്ടും A1 പ്ലസ് A2 എന്ന് കിട്ടും. ദെൻ ഓഫ് കോഴ്സ് യെസ് നമ്മളിപ്പം ഇതിൻ്റെ റിസൾട്ടൻറ്റ് നമുക്ക് മോഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ A1 പ്ലസ് A2 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് 5 എന്ന് വരും. ഓക്കെ, ആൻഡ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽ SHMs. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡയലോഗ്. അതായത് ഈ ക്വസ്റ്റിൻ്റെ എന്താ പറയുന്നത്, നമ്മൾ പറയത്തില്ലേ മർമ്മം കിടക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയത്തില്ലേ, യെസ് ആ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽ. അതായത് ഇപ്പം നമ്മൾ എടുക്കുന്നത് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? യെസ്, മോഡ് എ വിച്ച് ഇസ് ഈക്വൽ to mod A2 which is equal to mod A1 plus A2. ഈ ഒരൊറ്റ കാര്യം കിട്ടുമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതുവാണ്? എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ കോസ് 5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ കോസ് 5നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യുവാണ്. എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ കോസ് 5. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുവാണ്? യെസ്, ഇത് ടോട്ടലി എന്ത് വരും? 2x സ്ക്വയർ വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ കോസ് 5. ഓക്കെ, ആൻഡ് ഈ ഒരു 2x സ്ക്വയർ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുവാണ്. സോ എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ കോസ് 5. ഓക്കെ അല്ലേ? സോ ദെൻ ഇവിടെ നമുക്ക് കിട്ടും മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ കോസ് 5. ഓക്കെ അല്ലേ? ദെൻ ഇവിടുത്തെ എക്സ് സ്ക്വയറും ഇവിടുത്തെ എക്സ് സ്ക്വയറും പോയിട്ട് നമുക്ക് കിട്ടും -1/2 വിച്ച് ഇസ് ഈക്വൽ ടു കോസ് 5. ആ -1/2 കോസ് 5 വരണം എന്നുണ്ടെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 അതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് 2π/3. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ ഈസ് 2π/3. സിമ്പിൾ ആണ്. ആകെ ആ ഒരൊറ്റ ലൈൻ പറഞ്ഞില്ലേ, അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ത്രെഡ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി the position and velocity of a particle executing simple harmonic motion at t is equal to 0 are given by 3 cm and 8 cm per second. Okay, simple harmonic motionന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 3 cm അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 8 cm per second തന്നിട്ടുണ്ട്. If the angular frequency of the particle is 2 radian per second, then the amplitude of oscillation in centimeters. ഒപ്പം കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സെന്റിമീറ്റേഴ്സിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി എന്ന്. ഓക്കെ, സോ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അറിയാവുന്നതൊക്കെയാണ്, ചിന്തിക്കാനൊന്നും ഒരുപാടില്ല. സോ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പോസ് ചെയ്തിട്ട് ആൻസർ ഒന്ന് നോക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക. ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, അവരുടെ ശരിയാണോ തെറ്റാണോ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം പൊസിഷൻ 3 cm, വെലോസിറ്റി 8 cm തന്നിട്ടുണ്ട്, ആൻഡ് ആംഗുലാർ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2 radian per second. ഓക്കെ, സോ നമുക്ക് വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിലേഷൻ ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. സോ അവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഗെയിൻ എല്ലാ വാല്യൂസ് ഉണ്ട്. അതിൽ നമ്മൾ എനെ പുറത്തേക്ക് എടുത്തിട്ട് എന്റെ വാല്യൂ നമുക്ക് കിട്ടുവാണ്, ദാറ്റ് ഈസ് 5 cm. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? 8/2 വിച്ച് ഇസ് ഈക്വൽ ടു 4 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a³ 3². സോ ഈ 4നെ നമ്മൾ സ്ക്വയർ ചെയ്തു. സോ 4നെ സ്ക്വയർ ചെയ്യുമ്പോൾ 16 കിട്ടും. ദെൻ റൂട്ടിനെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ a³ - 3² 9 വരും. ഓക്കെ, ദെൻ നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ അവിടേക്ക് 9 പോകുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും, 25 വിച്ച് ഇസ് ഈക്വൽ ടു a² എന്ന് വരും. ഓക്കെ അല്ലേ? അതിൽ നിന്ന് നമ്മൾ a² എ കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് 25 വിച്ച് ഇസ് ഈക്വൽ ടു 5 cm. ഈസി ക്വസ്റ്റൻ ആണ്, അറിയേണ്ട ഫോർമുലയാണ് ഇത്.
Next one, yes, 5 ആണ് നമ്മുടെ ആൻസർ. Velocity and acceleration in simple harmonic motion. Equation പഠിക്കുക important ആണ്. Then the velocity and acceleration of a particle performing simple harmonic motion have a steady phase relationship. The acceleration is shown a phase lead over the velocity in radians of. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നേരത്തെ പറഞ്ഞ പോലെ പോസ് ചെയ്ത് നോക്കുക, റെസ്യൂം ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്കറിയാം ഒരു വേവ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്, എ സൈൻ ഒമേഗ ടി എന്ന് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പൊസിഷൻ നമുക്ക് എങ്ങനെ മെൻഷൻ ചെയ്യാം, എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ദെൻ അവിടെ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുകയാണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ, ഡി എക്സ് ബൈ ഡി ടി ആണ്. സോ ഇവിടെ നമ്മൾ എ സൈൻ ഒമേഗ ടീനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ഒമേഗ കോസ് ഒമേഗ ടി കിട്ടും. ഓക്കെ, അതായത് എ വന്നു, ദെൻ സൈൻ ഒമേഗ ടിനെ ചെയ്യുമ്പം കോസ് ഒമേഗ ടിയും പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഒമേഗയും കൂടെ വരും. അതാണ് എ ഒമേഗ കോസ് ഒമേഗ ടി. ഇനി നെക്സ്റ്റ് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അല്ലെങ്കിൽ ഡി വി ബൈ ഡി ടി. ഓക്കെ, ഓൾറെഡി നമുക്ക് വി അറിയാവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡി വി ബൈ ഡി ടി കണ്ടുപിടിക്കാം. സോ ഡി വി ബൈ ഡി ടി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്, ഓൾറെഡി 2 കോൺസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഇസ് എ ഒമേഗ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, യെസ് മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു അഗെയിൻ ഒമേഗ വരും, ദാറ്റ് ഇസ് സ്ക്വയർ ഇട്ടു, ദാറ്റ് ഇസ് മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി എന്ന് വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഈ ഇക്വേഷൻ ഒന്ന് എഴുതുവാണ്. അതായത് നമുക്കറിയാം കോസ് തീറ്റ പ്ലസ് പൈ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. സോ ഇവിടെ വരുന്ന ഈ മൈനസ് ഒമേഗ ടീനെ, ഓക്കെ, ഇവിടെ എ ഒമേഗ സ്ക്വയർ ഓഫ് മൈനസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനസ് സൈൻ ഒമേഗ ടീനെ നമുക്ക് ഒന്നുകൂടെ കോസിന്റെ ടേംസിലോട്ട് എങ്ങനെ എഴുതാം, യെസ് തീറ്റ പ്ലസ് പൈ ബൈ 2 ഇട്ടാൽ മതി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് മനസ്സിലായി നമ്മുടെ പൊസിഷനും യെസ് വെലോസിറ്റിയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പ്ലസ് പൈ ബൈ 2 ഫേസ് അവിടെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഇവിടെ ജസ്റ്റ് ഒന്നൊന്ന് മോഡിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് ആക്സലറേഷനും ഇത് ആംപ്ലിറ്റ്യൂഡാണ്, തെറ്റിപ്പോവരുത്. ഓക്കെ, ദെൻ അപ്പം നമ്മുടെ പ്ലസ് പൈ ബൈ 2 ആണ് ഫേസ് ലീഡ് ചെയ്യുന്നത്. ഇനി യൂണിഫോം സർക്കുലർ മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ടുള്ള റിലേഷൻ, അതായത് യൂണിഫോം സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷൻ പൊസസ് ചെയ്യും. സോ യെസ്, ദെൻ എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്കറിയാം കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി അത് കൺസേർവ്ഡ് ആണ്. സോ ഓൾവേസ് ഈ ഒരു വാല്യൂന് ബിയോണ്ട് പോകത്തില്ല. കൈനറ്റിക് എനർജി കൂടുമ്പം പൊട്ടൻഷ്യൽ എനർജി കുറയും, അങ്ങനെ ആ ഒരു റിലേഷൻ നമുക്കറിയാം. യെസ്, ഓക്കെ, ദെൻ കൈനറ്റിക് എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ, പൊട്ടൻഷ്യൽ എനർജി, ദെൻ നമ്മുടെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. തെറ്റിപ്പോകരുത്, കൃത്യമായിട്ട് എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഓസിലേഷൻ ഡ്യൂ ടു സ്പ്രിങ്, ഇതിനും റീസ്റ്റോറിംഗ് ഫോഴ്സ് എക്സെട്ര ഇങ്ങനത്തെ സാധനങ്ങൾ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക, ടൈം പീരീഡ് പഠിക്കുക. ഓക്കെ, ദെൻ യെസ് ആംഗുലാർ ഫ്രീക്വൻസി, റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഇതൊക്കെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻസ് എല്ലാം പഠിക്കുക. ലാസ്റ്റ് ഡേ നമ്മൾ എന്തായാലും ഇക്വേഷൻസ് ഒന്ന് റിവൈസ് ചെയ്യും. സോ അന്നേരം നമ്മൾ ഒന്നും കൂടെ മനസ്സിൽ ഉറപ്പിക്കും. പക്ഷേ ഓൾറെഡി എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുമ്പം ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. സോ അത് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Okay, അടുത്ത question. A mass m suspended vertically by a massless ideal spring with a spring constant k is at rest. The mass is displaced upward by a height h. When released, the kinetic energy of the mass will be proportional to neglecting air resistance. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സോ നേരെ ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ചെയ്താൽ മതി. ഫൈനലി നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിലോട്ട് എത്തും. ഓക്കെ, സോ ലെങ്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, യെസ് ഡി എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ആണോ നമുക്കൊന്ന് നോക്കി നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാസ് എം ആണെന്ന് തന്നിട്ടുണ്ട്, ഐഡിയൽ സ്പ്രിംഗ് ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എച്ച് ആയിട്ട് തന്നിട്ടുണ്ട്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഗ്രാവിറ്റേഷണൽ എനർജി ആണ്. സോ ദാറ്റ് ഇസ് എം ജി എച്ച് ആണ്. സോ ഇതെന്താവും, സിസ്റ്റം റിലീസ് ചെയ്യുന്നതോടുകൂടെ ഈ ഗ്രാവിറ്റേഷൻ ആണെങ്കിലും പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഇത് എന്തായിട്ട് കൺവേർട്ട് ആവും, കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. സോ ഇത് രണ്ടും ആഡ് ചെയ്യപ്പെടും. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എച്ച് സ്ക്വയറും ഒരു എച്ചും, ഓക്കെ, ദാറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഇൻ ടേംസ് ഓഫ് ഇൻവോൾവിംഗ് എച്ച് ആൻഡ് എച്ച് സ്ക്വയർ. ഓക്കെ, സോ അതാണ് ആൻസർ. നെക്സ്റ്റ് വൺ സിമ്പിൾ പെൻഡുലം, അതിൻ്റെ ടൈം പീരീഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്ന് കരുതി ഇത്രയും ഇപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ വരണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും വരും. ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് L is 3s. ഓക്കെ, സോ ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്.
if the length of the pendulum is increased 4 times. Okay, ഇപ്പം L ആണ്, ഇനി L dash എന്ന് പറയുന്നത് എന്താണ് 4L ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിൽ എത്രയാണ് ചേഞ്ച് വരാം? സോ ഇപ്പം തന്നെ നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചിരുന്നു, ദാറ്റ് ഈസ് 2 pi into root of L by G. സോ ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇക്വേഷൻ നമുക്ക് ചെയ്ത് കഴിയുമ്പം ആൻസർ കൃത്യമായിട്ട് കിട്ടും. കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ളവർ പെട്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവ് ചാറ്റിൽ നിങ്ങൾ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് T 3 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട് ആൻഡ് എല്ലും തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കേസ് L ഡാഷ് 4L ആയിട്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ T ഡാഷ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ ടീൻ്റെ ഇക്വേഷൻ എന്താണ്? 2 pi root of L by G. ഇനി T ഡാഷ് ആകുമ്പോൾ എന്താ മാറ്റം വരാം? T ഡാഷ് ആകുമ്പോൾ 2 pi root of എല്ലിന് പകരം അവിടെ എന്ത് വരും? L ഡാഷ് ആണ്. L ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് 4L. അപ്പം 4L by G വരും. അപ്പോൾ ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, T by T ഡാഷ് കണ്ടുപിടിക്കണം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 pi root of L by G divided by 2 pi root of 4L by G. Okay, so 2 pi cancel ആയി, Lഉം cancel ആയി, Gയും cancel ആയി. സോ ഇനി ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? യെസ്, ഒരു 2 മാത്രമേ ഉള്ളൂ. റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ് വരിക. ഓക്കെ, സോ ഇവിടെ ക്യാൻസൽ ആയി പോയി നമുക്ക് T by T ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 1 by 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ T ഡാഷ് എന്ന് പറയുന്നത് 2T ആയിരിക്കും ആൻഡ് ടീൻ്റെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഇസ് 3. സോ ദ ആൻസർ ഇസ് 6 സെക്കൻഡ്സ് ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. സോ ഹെൻസ് ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. ഇതൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല. ഒരു 10-20 സെക്കൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ, വലിയ കാൽക്കുലേഷനും വരുന്നില്ല. Okay, then a particle of mass 3 kg attached to a spring with a force constant 48 Newton per meter executes simple harmonic motion on a frictionless horizontal surface. The time period of oscillation of the particle in seconds is. Okay, so അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? T which is equal to 2 pi root of m by k. സോ ഇവിടെ 2 pi root of m നമുക്ക് തന്നിട്ടുണ്ട് 3 kg, k നമുക്ക് തന്നിട്ടുണ്ട് ഫോഴ്സ് കോൺസ്റ്റന്റ് ആസ് 48 ന്യൂട്ടൺ പെർ മീറ്റർ. സോ അതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമ്മളെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും pi by 2 ആയിട്ട് നമുക്ക് ടൈം പീരീഡ് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡാംഡ് ഓസിലേഷൻ ആണ്. ഡാംഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അതിങ്ങനെ കുറഞ്ഞ് ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് വരും? നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്ത് വരും. ഓക്കെ അല്ലേ? ദെൻ ആംഗുലാർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻസ്റ്റന്റേനിയസ് പവർ ഡെലിവേർഡ് ടു എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ദാറ്റ് ഇസ് നാച്ചുറൽ ഫ്രീക്വൻസി ഇസ് ω0 ബൈ എൻ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് that is driving frequency under steady state condition is. So simple question ആണ്. It is always positive ആയിരിക്കും. കാരണം ആസ് വി നോ ഈ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻസിൽ എന്താ സംഭവിക്കുക? അത് ടൈമിനനുസരിച്ചിട്ട് ഇത് ഇല്ലാതായി പോകും അല്ലേ? ഇങ്ങനെ ടൈം അനുസരിച്ചിട്ട് ഓസിലേഷൻ കുറഞ്ഞ് അത് ഇല്ലാതായി പോകും. സോ ഒരു സ്റ്റഡി സ്റ്റേറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൾവേസ് നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണലി നമ്മളൊരു വർക്ക് കൊടുക്കണം. ആ എക്സ്റ്റേണലി കൊടുക്കുന്നത് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് നമ്മൾ കൊടുക്കണം, വിച്ച് ഇസ് റിക്വയർഡ്, ഓർ അതർ വേർഡ്സ് ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് പോസിറ്റീവ് പവർ നമ്മൾ കൊടുത്താലാണ് ഇതിനൊരു സ്റ്റഡി സ്റ്റേറ്റിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ പോസിറ്റീവ് ആയിരിക്കും ഓൾവേസ് എന്നുള്ളതാണ് ആൻസർ. Consider a driven damped mechanical oscillator is in resonance. Which of the following statement is true? ഒന്ന് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും നോക്കുക, പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി നോക്കുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറിലോട്ട് നിങ്ങൾ എത്തുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ലൈവ് ചാറ്റിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക ഏതാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത്. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളിവിടെ പറയാൻ പോവാണ്. അണ്ടർ ദി കണ്ടീഷൻ ഓഫ് റെസൊണൻസ് ഫോർ എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ദ ബോഡി ഓസിലേറ്റ് വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, സോ ബോഡി നാച്ചുറൽ ഫ്രീക്വൻസി ω0. Okay, ω0 പോവും. With the help of external periodic whose frequency is that is ω_d അല്ലെങ്കിൽ fd എന്ന് പറയാം, which is equal to the natural frequency of the. So ഇതെന്ന് മനസ്സിലാവുന്ന എന്താണ്? f0 which is equal to fd അല്ലെങ്കിൽ ω0 which is equal to ω_d എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. So driving frequency is same as that of the natural frequency of the oscillator. Okay അല്ലേ? ഇനി next one. A body undergoing simple harmonic motion has a maximum acceleration of, okay, Amax തന്നിട്ടുണ്ട്, that is 8 meter per second square and maximum speed of 1.6 meter per second. What is the time period? Time period ആണ് അറിയേണ്ടത്. Amax തന്നിട്ടുണ്ട്, maximum speed Vmax തന്നിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് എങ്ങനെ ടൈം പീരീഡ് കണ്ടുപിടിക്കാം?
Okay, so ഇവിടെ നമ്മുടെ റിലേഷൻ ഉണ്ട്. A max നമുക്കറിയാം 8 meter per second ആണ്, and definitely V max which is given as 1.6 meter per second ആണ്, and നമുക്കറിയാലോ A max which is equal to V max into omega. Okay, so omega എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? Yes, omega which is equal to 2 pi by t ആണ്. അവിടെ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? Yes, t which is equal to 2 pi by omega എന്ന് നമുക്ക് ആ ഇക്വേഷൻ എടുക്കാം. Okay, omega which is equal to 2 pi by t ആണ്, so hence t which is equal to 2 pi by omega. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒമേഗ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഒമേഗ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എ മാക്സ് ബൈ വി മാക്സ് ചെയ്താൽ മതി. സോ എ മാക്സ് ഡിവൈഡഡ് ബൈ വി മാക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ നമുക്ക് ഒമേഗ കിട്ടുന്നു. ഒമേഗയിൽ നിന്ന് നമുക്ക് ടി കണ്ടുപിടിക്കാൻ പോവാണ്, 2 പൈ ബൈ ഒമേഗ. സോ എത്രയാണോ നമുക്ക് ആൻസർ കിട്ടിയത് ആ ഒമേഗ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമുക്ക് കിട്ടും 1.25 സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് കയറി വേവ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യത്തുള്ളൂ. പക്ഷേ കമൻറ്റ് സെഷനിൽ ലൈക്ക് നമ്മുടെ PYQs ചെയ്യുമ്പം വേവ്സ് നമ്മളൊരു സ്പെഷ്യൽ കൺസിഡറേഷനിൽ ചെയ്യുന്നതായിരിക്കും. സോ ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, അയ്യോ വേവ്സ് ഫുൾ കോൺസെപ്റ്റ് കവർ ചെയ്തില്ലല്ലോ, എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞില്ലല്ലോ എന്നൊക്കെയും നമ്മൾ PYQs ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ സെഷൻസ് ചെയ്യുമ്പോൾ അഡീഷണലി നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം വേവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിച്ച് ഓസിലേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ആൻഡ് അത് പാരലൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ലോഞ്ചിറ്റ്യൂഡൽ എന്ന് പറയും. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ വയർ വിത്ത് ഡെൻസിറ്റി റോ ആൻഡ് സ്ട്രെസ് സിഗ്മ ഫോർ ദ സെയിം ഡെൻസിറ്റി ഇഫ് ദ സ്ട്രെസ് ഇൻക്രീസസ് 2 times ദ സ്പീഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് വേവ് അലോങ് വിത്ത് ദി വയർ ചേഞ്ചസ് ബൈ. Okay, so equation എവിടെ ഉണ്ട്? That is V which is equal to stress divided by density of the wire, so which is equal to sigma divided by D. Okay, that means the density. Then next നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, നമ്മൾ V1 കണ്ടുപിടിക്കുവാണ്. V1ൽ എന്താ മാറ്റമുള്ളത്? യെസ്, സിഗ്മയ്ക്ക് പകരം സിഗ്മ എന്തായി? 2 times ആയി. സ്ട്രെസ് എന്ന് പറയുന്നത് 2 times ആയി. സോ 2 sigma divided by D എന്ന് വരും, ആൻഡ് റൂട്ട് ഓഫ് സിഗ്മ ബൈ D. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, root of sigma by D. Okay, so ഈ sigma by D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? That is V ആണ്. So V1 എന്ന് പറയാൻ നമുക്ക് അല്ലെങ്കിൽ V dash എന്ന് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം, which will be equal to √2 V എന്ന് വരും. Okay, yes. ഇനി നെക്സ്റ്റ് വൺ, സോ ആൻസർ ഇസ് √2. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ, ഒരു ജനറൽ ഇക്വേഷൻ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് y ഓഫ് ദി എലമെന്റ് ലൊക്കേറ്റഡ് അറ്റ് ദി പൊസിഷൻ x is given by. Okay, then next is യെസ്, ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കാൽക്കുലേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. സോ എ വേവ് along a string has following equation. സോ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ? ദെൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഈ 3 സാധനമാണ് വേണ്ടത്. സോ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ജനറൽ ഇക്വേഷൻ ആയിട്ട് ഈ ഇക്വേഷൻ കമ്പയർ ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ, ആൻഡ് നമ്മുടെ ഇപ്പോഴത്തെ ഇക്വേഷൻ എന്താണ്? y which is equal to 0.05 sin 28t minus 2x. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? ദാറ്റ് ഇസ് 0.05. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ഇസ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഒമേഗ ബൈ 2 പൈ ആണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വരുന്നത്. സോ ഒമേഗ നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു, 0.05 ഡിവൈഡഡ് ബൈ 2 പൈ. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. ഇനി ഫ്രീക്വൻസി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം എന്താണ്? ലാംഡ, വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ 2 പൈ ഡിവൈഡഡ് ബൈ കെന്റെ വാല്യൂ. യെസ്, കമ്പയർ ചെയ്യുമ്പം കെന്റെ വാല്യൂ എക്സിന്റെ കൂടെ കിടക്കുന്നത് -2 ആണ്. ഓക്കെ, സോ ആ വാല്യൂ നമ്മൾ -2 അല്ല 2 ആണ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നു. ദെൻ നമ്മൾ നേരെ ഓപ്ഷൻസിലോട്ട് വരുന്നു. ഓപ്ഷൻസിലോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ ഇസ് ദിസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ യെസ്, ഇപ്പം നമുക്കിപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി മാത്രം തന്നെ നോക്കി കഴിയുമ്പം കറക്റ്റായിട്ട് ഒരു ഓപ്ഷനേ വരുള്ളായിരിക്കും. സോ ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 എണ്ണം വരുന്നുണ്ട് അങ്ങനെ. സോ ചില ക്വസ്റ്റ്യൻസ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓൾവേസ് ഓപ്ഷൻസ് ചെക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നത്. കാരണം ഫസ്റ്റത്തെ 2 എണ്ണം ചെയ്യുമ്പോഴത്തേന് മൂന്നാമത്തെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ 2 ഓപ്ഷൻസ് വരുന്ന ഒരൊറ്റ 2 ആൻസേഴ്സ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളെങ്കിൽ നമുക്ക് അത് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, സോ അതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ടൈം സേവ് ചെയ്യാനൊക്കെ പറ്റും. സോ അങ്ങനെയൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ചെയ്ത് കഴിയുമ്പം യെസ് ഓപ്ഷൻസ് ഒക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യാം. ഇനി സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ടി ആണ്.
Then next one, a traveling wave in a medium is given by the equation. Okay, y is equal to a sin omega t minus kx. The maximum acceleration of the particle in the medium is. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനും ആണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ്. മാക്സിമം ആക്സിലറേഷൻ എ ഒമേഗ സ്ക്വയർ ആണ്, മാക്സിമം വെലോസിറ്റി നമുക്കറിയാം എ ഒമേഗയാണ്. സോ ആ ഇക്വേഷൻ അറിയാം, ഡയറക്റ്റ്ലി നമുക്കിത് ആൻസർ കൊടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, the maximum transverse velocity and maximum transverse acceleration of a harmonic wave in a one-dimensional string are 1 meter per second and again this is also 1 meter per second respectively. The phase velocity if the wave is 1 meter per second, the waveform is. Okay, so ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ, സോ ഈ ക്വസ്റ്റനിൽ നമ്മുടെ അടുത്ത് വേവ് ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. സോ വേവ് ഫോം നമുക്കറിയാം y is which is equal to a0 sin kx minus omega t ആണ്. സോ ഇവിടെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ വാല്യൂസിലോട്ട് എത്താനുള്ള എല്ലാ എന്താ പറയുന്ന ഡോസും ഓപ്പൺ ആണ്. സോ കെയിൻ്റെ വാല്യൂ 1 എന്ന് തന്നിട്ടുണ്ട്, അതുപോലെ എ മാക്സിൻ്റെ വാല്യൂ 1 എന്ന് തന്നിട്ടുണ്ട്, വി മാക്സിൻ്റെ വാല്യൂ 1 എന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ആൻസർ എന്ത് വരും? ദാറ്റ് വിൽ ബി yes, y which is equal to sin x minus t എന്നുള്ളൊരു ഇക്വേഷനിലോട്ട് നമ്മൾ എത്തും. ട്രൈ ചെയ്ത് നോക്കുക, കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, ലൈവ് ചാറ്റിലല്ല കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് on a stretched string is given by v which is equal to root of t by mu ആണ്. Then speed of longitudinal wave. Then next one is same നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മെമ്മറിയിൽ വെക്കുക. A transverse wave is propagating on a stretched string whose mass per unit length is 32 gram per meter. The tension on the string is 80 Newton. The speed of the wave in the string is. ഓക്കെ, സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ വെക്കുന്നു. ടീൻ്റെ വാല്യൂ അറിയാം, മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ മ്യൂവിൻ്റെ വാല്യൂ നമ്മൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, കാരണം അത് g/m-ലാണ് തന്നിട്ടുള്ളത്, g/m-ലാണ് തന്നിട്ടുള്ളത്. നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 50 meter per second കിട്ടും. ഓക്കെ, ദെൻ ആൻസർ ഈ ആണ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ് നമുക്കറിയാലോ, എന്താണ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ് എന്ന്. ഈച്ച് പൾസ് മൂവ്സ് ആസ് ഇഫ് അതേഴ്സ് ആർ നോട്ട് പ്രസന്റ്. ദ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദി മീഡിയം ഈസ് ആൻ algebraic sum of the two interfering pulses. This is called the principle of superposition of waves. Okay, then standing or stationary waves. Okay, so ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡിങ് ഓർ സ്റ്റേഷനറി വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേവ് ട്രാവൽ ചെയ്യുവാണ്, ദെൻ അതെന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു. ദെൻ അഗെയിൻ വിച്ച് ഇൻ ടേൺ വിൽ ട്രാവൽ ആൻഡ് റിഫ്ലക്ട്. ഓക്കെ, പിന്നെയും അത് റിഫ്ലക്ട് ചെയ്യുന്നു. ആൻഡ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഏത് ടൈം വരെ? വെൻ എ സ്റ്റഡി വേവ് പാറ്റേൺ സെറ്റപ്പ് ഓൺ ദി സ്ട്രിങ്. ആ സ്ട്രിങ്ങിൽ ഒരു സ്റ്റഡി പാറ്റേൺ വരുന്നത് വരെയും ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. സച്ച് വേവ് പാറ്റേൺസ് ആർ കോൾഡ് സ്റ്റാൻഡിങ് വേവ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്സ്. ഓക്കെ, ദെൻ ഈ സംഭവം നേരെ പഠിക്കുക. ഓവർടോൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് നമ്മളൊരു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ ഞാൻ ടെലഗ്രാമിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടാവുന്നതാണ്. ഓക്കെ, ദെൻ two nearest harmonics of an organ pipe open at both the ends are 200 Hz and 240 Hz. The fundamental frequency is. ഓക്കെ, സോ ഇവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വിച്ച് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ adjacent frequencies. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ adjacent frequencies ഏതൊക്കെയാണ്? യെസ്, 240 Hz minus 200 Hz which is equal to 40 Hz. ഓക്കെ അല്ലേ? സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവറും സോഴ്സും എന്താ പറയുന്നത് റിലേറ്റീവ്ലി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഴ്സിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഹിയർ ചെയ്യുന്ന ഫ്രീക്വൻസിയും തമ്മിൽ എന്തുണ്ടായിരിക്കും? ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. And an object moving in a straight line with a velocity 100 meter per second goes past a stationary observer. If the object emits not of 400 Hz while moving, the change in the speed of sound in air തന്നിട്ടുണ്ട്. Then നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, 400 Hz തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് സി തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 300 meter per second തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ തന്നിട്ടുണ്ട്. ദെൻ വി തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 100 meter per second തന്നിട്ടുണ്ട്. ഇക്വേഷൻസ് നമുക്കറിയാം. എഫ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു F1 എന്ന് പറയുന്നത് ബിഫോർ ആണ്. ദെൻ F2 എന്ന് പറയുന്നത് ആഫ്റ്റർ ആണ്, അതായത് പാസ് ചെയ്യുന്നതിന് മുമ്പും ശേഷമാണ്. ഓക്കെ, സോ ദെൻ ഇക്വേഷൻസ് ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നുമില്ല. എഫ് എന്ന് പറയുന്നത്
ഇൻറ്റു സി എന്ന് പറയുന്നത് 300 ആണ്, ഡിവൈഡഡ് ബൈ സി മൈനസ് ബി. സി മൈനസ് ബി എന്ന് പറയുമ്പം വിച്ച് ഇസ് 300 മൈനസ് 100 ആണ് വരുന്നത്. ഓക്കെ, സോ എഗെയിൻ ദെൻ നെക്സ്റ്റ് വൺ എഗെയിൻ എഫ് ഇൻറ്റു എഫിൻ്റെ വാല്യൂ വരുന്നത് ഓക്കെ 400 ആണ്. ഹിയർ ഓൾസോ 400 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 300 പ്ലസ് 100 ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 300 ഹെഡ്സ്. ഓക്കെ, 300 ഹെഡ്സ് കിട്ടുന്നത് ഡെൽറ്റ എഫ് കണ്ടുപിടിക്കുമ്പോഴാണ്. ഡെൽറ്റ എഫ് വിച്ച് ഇസ് ഈക്വൽ ടു F2 മൈനസ് F1 കണ്ടുപിടിക്കുക. സോ വി വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 30 ഹെഡ്സ്. ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. A bat emits an ultrasonic sound wave at 33 kilohertz and receives an echo 0.1 second later. What is the distance of the bat from the object producing echo? So ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിസ്റ്റൻസ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എടുക്കുമ്പം എക്കോ ആണല്ലേ, അപ്പം പോയിട്ട് തിരിച്ചു വരണം. അപ്പം നമ്മൾ ഡിസ്റ്റൻസ് 100 ആണെന്നുണ്ടെങ്കിൽ 200 എടുക്കണം. അതാണ് ഡിസ്റ്റൻസ് വരിക, ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. സോ ഇവിടെ നമ്മൾ അങ്ങനെ എടുക്കുമ്പം ഡിസ്റ്റൻസ് എടുക്കുന്നത് ഡി ആണ്. സോ പോയി തിരിച്ചു വന്നിരുന്നു, അപ്പം 2D ആയി. ദെൻ വി ഇൻറ്റു ടി. ഓക്കെ, സോ ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ കമന്റ് ബോക്സിൽ ആദ്യം ആരാണ് മെൻഷൻ ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. സോ പെട്ടെന്ന് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഓക്കെ ഒരുപാട് സോയായി. ഓക്കെ 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 ഫൈൻ. അപ്പം കുറച്ച് എല്ലാ ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. കാരണം നമ്മൾ ആ ഒരു സെഷൻ കഴിഞ്ഞു, പിന്നെ വേഗം പ്രിപ്പറേഷൻ പോയി, പിന്നെ അടുത്തത് സെഷൻ പെട്ടെന്ന് കയറി. യെസ്, ഇപ്പം ഓൾമോസ്റ്റ് നല്ല സമയമൊക്കെ ആയി. അപ്പം യെസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ തിരിച്ച് തരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും അഡീഷണലി ഒരുപാട് പ്രിപ്പയർ ചെയ്യുക. സെൽഫ് സ്റ്റഡി ടൈം ഡെഫിനറ്റ്ലി കണ്ടുപിടിക്കുക, പഠിക്കുക, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. സോ ഫീഡ്ബാക്സും കമൻസും എല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്യണം കമൻറ്റ് ബോക്സിൽ. സോ നെക്സ്റ്റ് ഇനി അടുത്ത സെഷനിൽ നേരിൽ കാണുന്നത് വരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.